വരിക നിമേഷമേ വരിക, നിന്നെക്കാത്തു വിരവോടനിർവാച്യ വിസ്മയം നിൽപ്പൂ ലോകം. എന്തു നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു സൗമ്യേ, ബന്ധുര വിസ്മാപക സ്പന്ദമാന്ത്രിക ചെപ്പിൽ. നിർനിമേഷരായി ഞങ്ങൾ കാത്തു നിൽക്കവേ, കാൺമു നിൻ കണ്ണു ചിമ്മിയിടുമ്പോൾ ഉലയും ബ്രഹ്മാണ്ടങ്ങൾ. ഈ പ്രണയത്തെ പറ്റി തോന്നുന്നു. പ്രണയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സുകൾ തമ്മിൽ യോജിക്കാനുള്ള ഒരു ത്വരയുടെ പ്രകടനമാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. പ്രണയവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധമുണ്ട്. എല്ലാം താങ്കളൊരു ശാസ്ത്രജ്ഞനായതുകൊണ്ട് ചോദിക്കാം. ശാസ്ത്രം എന്ന് പറയുന്നത് സത്യാന്വേഷണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഭാവങ്ങളുടെ സത്യാന്വേഷണം ശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്നതായിട്ട് നമ്മളധികം എടുക്കാറില്ല. കാരണം അത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതി കൊണ്ട് പലപ്പോഴും നമുക്കതിനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ശാസ്ത്രം എന്ന് പറഞ്ഞ ചിന്ത മാത്രമേ ഉള്ളൂ. അതിൽ കവിതയിൽ വൈകാരിക ഭാവം, മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് മനുഷ്യൻ്റെ വികാരങ്ങൾ, വൈകാരിക ഭാവങ്ങൾ, തോന്നലുകൾ. ചിന്തയും വികാരവും എല്ലാം കൂടി ചേരുന്ന ഒരു മഹാത്ഭുതമാണ് കവിത. താങ്കളുടെ കവിതകളിൽ ഏറ്റവും ആർദ്രമായി തോന്നിയ കുറച്ച് വരികളൊന്ന് പാടാമോ? ഏതെങ്കിലും ഒരു ഓർമ്മയിൽ നിൽക്കുന്ന നല്ല ഈണത്തിലൊന്ന് പാടിയാൽ, നേരത്തെ വളർന്നവളുടെ പാടിയ പോലെയല്ല, കുറച്ചും കൂടെ ഈണത്തിൽ സ്വന്തം കവിതയാകുമ്പോൾ സമയമെടുത്തിട്ട് പാടാം. നിമേഷഗീതി എന്ന് പറയുന്നൊരു കവിതയാണ്. ഇത് നിമിഷത്തെക്കുറിച്ചുള്ളൊരു കവിതയാണ്. ഒരു നിമിഷം, വർത്തമാനത്തിലെ ഒരു നിമിഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ വർത്തമാനത്തിൽ ഈ നിമിഷം കഴിഞ്ഞാൽ വർത്തമാനത്തിലെ അടുത്ത നിമിഷത്തിലേക്ക് മാറും. ആ നിമിഷത്തിനോടുള്ള ഒരു കവിതയാണ്. ഓക്കെ. വരിക നിമേഷമേ വരിക, നിന്നെക്കാത്തു വിരവോടനിർവാച്യ വിസ്മയം നിൽപ്പൂ ലോകം. എന്തു നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു സൗമ്യേ, ബന്ധുര വിസ്മാപക സ്പന്ദമാന്ത്രിക ചെപ്പിൽ. നിർനിമേഷരായി ഞങ്ങൾ കാത്തു നിൽക്കവേ, കാൺമു നിൻ കണ്ണു ചിമ്മിയിടുമ്പോൾ ഉലയും ബ്രഹ്മാണ്ടങ്ങൾ. വിധിതൻ മഹാഗ്രന്ഥത്താളുകളൊന്നിൻ ലേഖാനിധിയും വഹിച്ചു നീ അണയുന്നല്ലോ ചിരം. അതു നീ വായിക്കുന്നു നീരവം, സമുത്സുക കുതുകം പ്രകൃതിക്കുണ്ടുദ്വേഗമെല്ലാവർക്കുമേ. ചിലർക്കു കണ്ണീർക്കണധാരയാണെന്നാൽ അതു ചിലർക്ക് സൗഭാഗ്യത്തിൻ തിട്ടൂരമായെത്തുന്നു. ചിലർക്കു സമാഗമ രോമാഞ്ച കനവാകെ, ചിലർക്കു വേർപാടിൻ്റെ കുറിമാനവുമാകാം. ചിലർക്കു പിറവി തന്നാഹ്ലാദമുണർത്തും നീ, ചിലർക്കോ മൃതിയുടെ മൗനമുദ്രയായി മാറും. ചിലപ്പോൾ സമാധാനം, ചിലപ്പോൾ മഹായുദ്ധം, ചിലപ്പോൾ സ്നേഹോക്ഷ്മളം, ചിലപ്പോൾ ഹിമശീതം. കാലത്തിൻ കാർമേഘത്തിൽ നിന്നടർന്നു നീ, ഭൗമകാമനയ്ക്കിതൾ നീർത്തും നീർത്തുള്ളിയായിടവേ. ജീവബോധത്തിൻ ധ്യാന ശിരസ്സിൽ പതിക്കുന്നു, ഭാവനിർഭരം നിന്റെ അസ്തിത്വഗണം ക്രമാൽ. കാലത്തിൻ നിഗൂഢ നിസ്സംഗമാം ചൈതന്യമേ, ഭാവത്തിൻ സ്ഫുരണം നിന്നാത്മാവിലണയ്ക്കുവാൻ. ജൈവലോകങ്ങൾ തീർത്തു കാത്തിരിക്കുന്നു ഭൂമി, സ്നേഹമിങ്ങില്ലെന്നായിൽ നിഷ്ഫല ജന്മം നീയും. ജീവൻ്റെ തുടിപ്പുകളിങ്ങുരുവാകും മുമ്പേ, ജീർണ നിശ്ചലതയിൽ എത്ര നാളണഞ്ഞു നീ. താളമില്ലിൽ ആഹ്ലാദം, വിധിതൻ കുറിമാനത്താളുകളിൽ അറിഞ്ഞതില്ലാരുമേ നിന്നാഗമം. ഇന്നിതാ ശിരസ്സിൻ്റെ ചൂളയിൽ ബോധത്തീയിൽ നിന്നെരിയുന്നു ഞങ്ങൾ നിന്റെ വൈഖരിയായി. മൃതനായിരുന്നു നീ ഞങ്ങളുടെ ഉണർവോളം, മൃതിയിൽ നിന്നും നിനക്കുയിരേകിയോർ ഞങ്ങൾ. സുഖദുഃഖങ്ങൾ ഞങ്ങൾക്കുള്ളിലാടുന്നു, നീയോ സകല നിരാസ നിർമ്മമമാം പ്രഹേളിക. ഞങ്ങളിൽ ജീവിക്കുന്നു നീ, അതുവിധം നിന്നിൽ ഞങ്ങളീ ഭാവദ്വന്ദ് ജീവിതം രചിക്കുന്നു. നമ്മളോ പരസ്പര പൂരകങ്ങളാം, ജീവൻ നമ്മളിൽ തളിർക്കുന്നു, സൃഷ്ടിയായി ജ്വലിക്കുന്നു. നമ്മളാണല്ലോ സൃഷ്ടി, നമ്മളെ സൃഷ്ടിക്കുന്നോർ, നമ്മുടെ സൃഷ്ടാവിനും ഇതുതാനെന്നോ സത്യം. ഇത് ഒരു നിമിഷത്തിനോടുള്ള ഒരു
സംവാദമാണ്. മനസ്സിലായി. ഇതിൽ ഇപ്പോൾ കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എല്ലാ കവിതകളും അതിന് ഭൂമി, ആകാശം, മഴ, കാലാവസ്ഥ, ശാസ്ത്രം അതിങ്ങനെ പരിണമിച്ച് വരുന്നു. ഇത് താങ്കൾ നേടിയ അറിവിൻ്റെ ആ ഒരു പ്രകടനം ഉടനീളം എല്ലാ കവിതകളിലും ഇല്ലെങ്കിലും ചില കവിതകളിൽ കടന്നുകൂടുന്നുണ്ട് ശാസ്ത്രം. അതാണ് ഈ കവിതകളെ വ്യത്യസ്തമാക്കുന്നത്. വളരെ കൗതുകകരമായി ശാസ്ത്രത്തെ പ്രതിബിംബിക്കുന്ന കവിതകൾ പലതും നമുക്ക് വായിക്കാൻ കഴിയും. ഇതിൽ ആഹ്ലാദിക്കുന്നുണ്ടോ, അതോ ആനന്ദിക്കുന്നുണ്ടോ, അതോ അതൊരു സംതൃപ്തനാണ്? ഇതിൽ ഒരു അറിവിൻ്റെ ലോകം ഇതിൽ വരുന്നത് മനുഷ്യ ജീവിതമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഇത് ഈ ജീവിതത്തിൻ്റെയും ലോകത്തിൻ്റെയും ഒരു സത്യാന്വേഷണം മനുഷ്യൻ്റെ മനസ്സിൻ്റെ എല്ലാം പുറകിൽ ഉള്ള ഒരു ചോദനയാണ്. അപ്പോൾ ഈ സത്യാന്വേഷണം എന്ന് പറയുന്ന ആ ചോദനയോടൊപ്പം തന്നെ ഈ സത്യവും പിന്നെ ജീവിതത്തിനെ സംബന്ധിച്ചുള്ള ഈ ജീവിതത്തിലെ സത്യവും ജീവിതത്തെക്കുറിച്ചുള്ള അന്വേഷണവും അതിൻ്റെ അർത്ഥവും ജീവിതത്തിൻ്റെ അർത്ഥവും സത്യവും അന്വേഷിക്കാനുള്ള ഒരു അതുപോലെ ഈ ജീവിതത്തിൻ്റെ സത്യവും അർത്ഥവും അന്വേഷിക്കുമ്പം സൗന്ദര്യാന്വേഷണം അതിൽ വരും. അപ്പോൾ ഇതെല്ലാം ഉള്ള മനുഷ്യൻ്റെ ആ ചോദനകളാണ് കവിതയിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ അറിവ് അതുപോലെ ഒരു അറിവ് പ്രദർശിപ്പിക്കൽ കവിതയാകുന്നില്ല. അറിവ് അല്ല, ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ചിന്തകളിൽ അതിൽ അറിവ് കയറി വരുന്ന പോലെ നമുക്ക് തോന്നുന്നതാണ്. അതെ, അറിവ് മാത്രമല്ല, ശാസ്ത്രത്തിൻ്റെ കൗതുകങ്ങളെക്കുറിച്ച്. അതെ. ഇപ്പോൾ ഈ കാണാമറ എന്ന കവിതാ സമാഹാരത്തിൽ ഞാൻ 1-2 കവിതകൾ ശ്രദ്ധിച്ചു വെച്ചത്, ആദി പ്രപഞ്ചനാദങ്ങൾ ഒഴുകും യുഗസന്ധ്യയിൽ നിത്യവിഹ്വല സ്വപ്നത്തിൻ നീർപ്പോളയായി പിറന്നു ഞാൻ, നിശീതിനി മറഞ്ഞിങ്ങു സുപ്രഭാതം തുടിക്കിലും കണ്ണുപൂട്ടി ഇരുട്ടാക്കാൻ കാംക്ഷിപ്പോനാണു മാനവൻ. ഇത് വളരെ രസകരമായ രീതിയിലാണ് എനിക്ക് അതിൻ്റെ ഒരു ഫീല്. അപ്പോൾ ഇതെല്ലാം പ്രപഞ്ച സത്യവുമായിട്ട് ബന്ധപ്പെടുത്തി താങ്കളുടെ ചിന്തകളെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഡോക്ടർ എം തോമസ് മാത്യു ഇതിൽ അവതാരികയിൽ എഴുതുമ്പോൾ പ്രൊഫസർ എം തോമസ് മാത്യു അദ്ദേഹം പറയുന്നുണ്ട്, പെട്ടെന്നുണ്ടാകുന്ന ഒരു പൊട്ടിത്തെറിയല്ല കവിത, പെട്ടെന്നുണ്ടാകുന്ന ഒരു ചിന്ത അല്ല കവിത, പെട്ടെന്ന് തോന്നുന്ന അപ്പോൾ എഴുതുന്നതുമല്ല കവിത എന്ന് പറയുന്നുണ്ട്. വളരെ കണക്കുകൾ കൂട്ടി കൃത്യമായി അതിനെ രേഖപ്പെടുത്തുന്നതാണ് താങ്കളുടെ കവിത എന്നാണ് അദ്ദേഹം തോമസ് മാത്യു മാഷ് അതിൽ പറയുന്നത്. ഈ പെട്ടെന്ന് തോന്നുന്ന കവിതകളുണ്ടോ? പെട്ടെന്ന് തോന്നുന്ന കവിതകളുണ്ട്. പെട്ടെന്ന് തോന്നുന്ന കവിതകൾ എന്ന് പറയുമ്പോൾ ചില കവിതകൾ നമുക്ക് അതിൻ്റെ ഒരു കൂടുതൽ നമ്മുടെ വൈകാരിക തലത്തിൽ നിൽക്കുന്ന കവിതകൾക്ക് 2 തലമുണ്ടല്ലോ. കൂടുതലും ദൈക്ഷണികമായിട്ടുള്ള അല്ലെങ്കിൽ ചിന്തയുടെ തലത്തിലുള്ള കവിതകളാണെങ്കിൽ അത് കുറച്ചുകൂടെ സാവകാശം ചിന്തിച്ചൊക്കെ എഴുതുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ വൈകാരിക തലത്തിലുള്ള കവിതകളെല്ലാം വളരെ പെട്ടെന്ന് എഴുതുന്നതാണ്. അപ്പം അതാണ് മനുഷ്യൻ്റെ വൈകാരികമായ ഭാവങ്ങൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ. ഇപ്പം ഞാൻ അമ്മ വിളി എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു കവിതയാണ് അത്. ഒരുപക്ഷെ അത് വളരെ പെട്ടെന്ന് എഴുതിയൊരു കവിതയാണ്, വളരെ പെട്ടെന്ന്. അതിൽ ശ്രീ ശങ്കരാചാര്യരുടെ അമ്മ അവസാനം അന്വേഷിക്കുമ്പോൾ വളരെ വിദൂരത്തുള്ള ആൾ അമ്മയുടെ അടുത്തെത്തുന്ന ഒരു കഥയുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പോൾ അതിനെ ആസ്പദമാക്കി എഴുതിയതാണ്. അപ്പോൾ അന്നേരം അമ്മ വിളിക്കുമ്പോൾ പെട്ടെന്ന് വിദൂരതയിൽ നിന്ന് അങ്ങോട്ട് പറന്നെത്തുന്ന ഒരു മകൻ്റെ മനസ്സിൻ്റെ ഭാവം, അതിൻ്റെ ആ വൈകാരിക ഭാവം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അത് കവിതയായിട്ട് വരുമ്പോൾ അത് വളരെ പെട്ടെന്നാണ് നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റുന്നത്. പ്രണയവും മരണവും ഒരേ ഇതിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഈ പ്രണയത്തെ പറ്റി എന്ത് പറയുന്നു, എന്നിട്ട് മരണത്തെ പറ്റി പറയാം. പ്രണയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സുകൾ തമ്മിൽ യോജിക്കാനുള്ള ഒരു ത്വരയുടെ പ്രകടനമാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. അത് ശാസ്ത്ര സത്യമല്ലേ, പ്രപഞ്ച സത്യമല്ലേ? അത് പ്രപഞ്ച സത്യമാണ്. കാരണം മനുഷ്യർക്ക് ഈ ലോകത്തിൽ അതുകൊണ്ട് തന്നെ പ്രണയം എന്ന് പറഞ്ഞാൽ സൗഹൃദം, അതിന് പല ഭാവങ്ങളില്ലേ സ്നേഹത്തിന്. അതിൻ്റെ ഒരു ഭാവം മാത്രമാണ് ഈ പ്രണയം. അതെ. ഈ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് തോന്നും അതൊരു ഓരോ കേൾക്കുമ്പോൾ ഒരു വാക്കാണ്. പക്ഷേ ഈ ലോകത്തിൽ എത്ര മനുഷ്യരുണ്ടോ അതിലെല്ലാം ഓരോ തരം സ്നേഹങ്ങളാണ്. അപ്പോൾ അതിന് മാത്രം ഒരു പ്രണയവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധമുണ്ട്. എല്ലാം താങ്കളൊരു ശാസ്ത്രജ്ഞനായതുകൊണ്ട് ചോദിക്കുകയാണ്.
ശാസ്ത്രം എന്ന് പറയുന്നത് സത്യാന്വേഷണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ. അപ്പോൾ ഈ സത്യാന്വേഷണം എന്ന് പറയുന്നത് സാധാരണ ഇതിൽ നമ്മൾ ഭൗതിക വസ്തുക്കളിലെ സത്യാന്വേഷണമായിട്ട് അതിനെ പരിമിതപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അതിൽ വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഭാവങ്ങളുടെ സത്യാന്വേഷണം ശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്നതായിട്ട് നമ്മളധികം എടുക്കാറില്ല. കാരണം അത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതി കൊണ്ട് പലപ്പോഴും നമുക്കതിനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ശാസ്ത്രത്തിൻ്റേതായ ഒരു രീതിയുണ്ട്, പരീക്ഷണങ്ങളുടെ രീതി, പരീക്ഷണങ്ങളും അതുപോലെ നിരീക്ഷണങ്ങളിലൂടെയും സത്യം കണ്ടെത്താനുള്ള പരിശ്രമം, അതാണ് ശാസ്ത്രത്തിൻ്റെ രീതി. അപ്പോൾ ആ രീതിയിൽ സത്യം കണ്ടെത്താൻ കഴിയാത്ത സത്യങ്ങൾ ശാസ്ത്രം അവഗണിക്കുന്നു. എന്ന് വെച്ചാൽ അത്തരം സത്യങ്ങളില്ല എന്നർത്ഥമില്ല, ജീവിതത്തിൽ അത്തരം സത്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ ഭാവനിർഭരമായ ചില സത്യങ്ങളുടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ജീവിതത്തിൻ്റെ മനുഷ്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട മഹാസത്യങ്ങളിൽ അത് സാഹിത്യത്തിനും കവിതയ്ക്കൊക്കെ വിഷയമാവുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിന് രണ്ടിനും, കവിതയ്ക്കും ശാസ്ത്രത്തിനും എല്ലാം പൊതുവായ സ്ഥലങ്ങളുണ്ട്, ഇടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ ഇടങ്ങളുമുണ്ട്. സയൻസ് ഈസ് എ പോയട്രി ഓഫ് റിയാലിറ്റി എന്ന് ഈ റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. സയൻസ് ഈസ് ദ പോയട്രി ഓഫ് റിയാലിറ്റി. അപ്പോൾ എനിക്ക് തോന്നിയത്, ഞാനൊരു വാചകം എനിക്ക് തിരിച്ചു തോന്നിയത് പോയട്രി ഈസ് എ സയൻസ് ഓഫ് ഇമാജിനേഷൻ എന്നാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൻ്റെ കവിതയാണ്. യഥാർത്ഥമായിട്ടുള്ളതിനെ അതിനെ ഒരു സങ്കല്പാത്മകമായിട്ട് കവിത മാതിരിയെ നോക്കിക്കാണലാണ് ശാസ്ത്രം. കവിത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോയട്രി ഈസ് എ സയൻസ് ഓഫ് ഇമാജിനേഷൻ. സങ്കല്പത്തിനെ യാഥാർത്ഥ്യത്തിലൂടെയും കൂടി നോക്കിക്കാണാനുള്ള പരിശ്രമമാണ് കവിത. അപ്പം കവിതയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം സങ്കല്പമാണ്. അതിലല്പം യാഥാർത്ഥ്യം കൂടി ചേർക്കാതെ സങ്കല്പം മാത്രമായിട്ട് നിൽക്കുകയല്ല, അപ്പോൾ അത് കവിതയാവുന്നു. അത് ശാസ്ത്രം എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്, സങ്കല്പമല്ല. യാഥാർത്ഥ്യത്തിനെ നോക്കിക്കാണാനാണ് ശാസ്ത്രത്തിൻ്റെ ശ്രമം. കവിതയുടെ ശ്രമം സങ്കല്പത്തിനെ നോക്കിക്കാണാൻ. പക്ഷേ അപ്പോൾ ഇതിലൊരു പൊതു ഇടമുണ്ട് ഇതിന് രണ്ടിനും എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സംഗതി കണ്ടുപിടിച്ചു, പക്ഷേ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ അതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു, ശാസ്ത്രീയമായിട്ടാണ് ചോദിക്കുന്നത്. അതായത് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്, സംഗതി അപ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്നോ? അതാണ് എൻ്റെ ചോദ്യം. ഈ ലോകത്തിൽ നമ്മൾ ഈ സങ്കീർണമായ ഈ റിയാലിറ്റി ഉണ്ടല്ലോ, ഈ റിയാലിറ്റിയിൽ ഇല്ലാത്ത ഒന്നും ആരും കണ്ടെത്തുന്നില്ല. ഈ പ്രപഞ്ചമാണ് ഏറ്റവും സങ്കീർണമായ സംഗതി നമുക്ക് ചുറ്റുപാടുള്ള, നമ്മൾ ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചം. അതാണ് അതിൻ്റെ സങ്കീർണത. ആ സങ്കീർണതയുടെ താഴെയാണ് സങ്കല്പം. നമ്മൾ വിചാരിക്കുന്നത് ഈ ലോകത്തിലില്ലാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നു എന്നുള്ളത്. ഞാൻ വിചാരിക്കുന്നത് തിരിച്ചാണ്. ഏറ്റവും സങ്കീർണമായത് ഈ റിയാലിറ്റിയാണ്, ഈ പ്രപഞ്ചമാണ്. അതിൻ്റെ ചെറിയ കാര്യങ്ങൾ, അതിലും ചെറിയ കാര്യങ്ങളെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പം മനുഷ്യൻ്റെ സങ്കല്പം വഴി കണ്ടെത്തുന്നതായാലും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് തിഷണ കൊണ്ട് കണ്ടെത്തുന്നതായാലും എന്തായാലും ഈ പ്രപഞ്ചത്തിലില്ലാത്ത ഒന്നും നമ്മൾ കണ്ടെത്തുന്നില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻവെൻഷൻ ഡിസ്കവറി എന്ന് പറയുന്ന ആ വ്യത്യാസം പോലും ഇല്ല ശരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കണ്ടെത്തി എന്ന് പറയുന്നത്. സംഗതി അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ കണ്ടെത്തി. അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ടൈറ്റാനിക്കിൻ്റെ ഒരു പ്രശ്നം, ടൈറ്റാനിക് ഷിപ്പ് മുങ്ങിക്കിടക്കുന്നത് കാണുന്നതിന് വേണ്ടി ടൈറ്റൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ അതിൽ ഒരുപാട് അറ്റ്ലാന്റിക് ഓഷ്യനിലുള്ള ഒരുപാട് നിഗൂഢതകളുണ്ട്. അതിൻ്റെ അന്തരീക്ഷ സമ്മർദ്ദവും ആ കടലിനടിയിലുള്ള സമ്മർദ്ദവും ഇതൊന്നും ശരിക്കും ആരും പഠനവിധേയമാക്കിയിട്ടില്ല. അതായത് നമ്മുടെ ശാസ്ത്രം എത്തിപ്പെടാത്ത 80% മേഖലകളുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് നമ്മുടെ ശാസ്ത്രീയ പഠനത്തിന്? അപ്പോൾ ഇനിയും എത്രയോ പഠിക്കാനുണ്ടല്ലോ. ശാസ്ത്രം കടലിനടിയിലും നമ്മുടെ അന്തരീക്ഷത്തിലുമുള്ള പഠനങ്ങൾ ഇനി എത്രത്തോളം വികസിക്കേണ്ടതുണ്ട്? എങ്ങനെയാണ് അതിൻ്റെ സാധ്യതകൾ താങ്കൾ വിലയിരുത്തുന്നത്? ഈ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകൾ നമ്മൾ മനസ്സിലാക്കിയതെന്ന് പറയുന്നത് വളരെ വളരെ കുറവാണെന്നാണ് എൻ്റെ വിചാരം. അതായത് മനുഷ്യൻ്റെ വിചാരം, പൊതുവെ പണ്ടത്തെ ശാസ്ത്രത്തിൻ്റെ വിചാരവും വയലാറിൻ്റെ കവിതയിൽ ശാസ്ത്രത്തിനെ വളരെയധികം ഉയർത്തിക്കാട്ടുന്ന ചില കവിതകളുണ്ട്. ഇപ്പോൾ അശ്വമേധത്തിൽ തന്നെ ആരൊരാളൻ കുതിരയെ കിട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ എന്നാണ് പറയുന്നത്. അപ്പം ഈ ലോകത്തിനെ വിജയിച്ചു. അതുപോലെ തന്നെ ചക്രവാളത്തിൻ മതിൽ കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ, പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിക്കാൻ.
ഞാൻ മിഴി അടയ്ക്കുമ്പോൾ രാവുകൾ, പകലുകൾ ഞാൻ മിഴി തുറക്കുമ്പോൾ അന്വഹം വന്നെത്തുന്നു എന്നൊക്കെ കവികൾ, പ്രത്യേകിച്ച് വയലാറിൻ്റെയാണ് ഈ കവിത, ഇത് പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രപഞ്ചത്തിലെ എല്ലാം ജയിക്കുന്ന ഒരു ശക്തിയായിട്ട് ശാസ്ത്രത്തിനെ, അറിവിനെ പരിഗണിക്കുന്ന ആ ഒരു നിലപാടൊക്കെ കഴിഞ്ഞു. പ്രപഞ്ചത്തിനെ ജയിക്കാൻ പോയിട്ട് പ്രപഞ്ചത്തിൻ്റെ 1% മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് എന്നെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. ആ രീതിയിലാണ് ഇപ്പോൾ ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ നിലപാട്. അപ്പം അതിൽ മനുഷ്യൻ വളരെയധികം ഇപ്പോൾ പ്രപഞ്ചത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ പ്രകൃതിയെക്കുറിച്ചൊക്കെ അതിൻ്റെ ഒരു വളരെ നിസാര ഭാഗമാണ് എന്ന രീതിയിലുള്ള ഒരു അവബോധം മനുഷ്യൻ്റെ ധിഷണയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഉണ്ടാവേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ അറ്റ്ലാന്റിക് അതുപോലുള്ള കാര്യങ്ങൾ, ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു അറിവിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമായിട്ട് എടുക്കുന്നതാണ് നല്ലത്. പലപ്പോഴും മനുഷ്യർ അത് പ്രകൃതിയെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പരിശ്രമമായിട്ട് അതിനെ കാണുന്നതിൽ തെറ്റാണത്. അതിന് അർത്ഥമേ ഇല്ല. നമ്മൾ പ്രകൃതിയെ നമുക്ക് അറിയാനുള്ളൊരു ത്വരയുണ്ട്. കൂടുതൽ അത് പ്രകൃതിയെക്കൂടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുമ്പോഴും നമുക്കൊരു വലിയൊരു അതിനെക്കുറിച്ചുള്ള ഒരു ആത്മീയ ഭാവം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ശാസ്ത്രത്തിന് അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ഒരു രീതിയിൽ നമുക്കതിനെ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെടുക്കുന്നതിൽ വലിയൊരു അർത്ഥമില്ല. ആളുകൾ ഈ ക്യാപിറ്റലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് വളരെയധികം ക്യാപിറ്റൽ അക്യൂമുലേറ്റ് ചെയ്ത് കഴിയുമ്പം ഇതെന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ഉടനെ വിനോദയാത്രയ്ക്ക് പോവുക, മറ്റു ഗ്രഹങ്ങളിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ ഈ ധനത്തിൻ്റെ ആധിക്യം കൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ വലിയ ഒരു ശരിയായ ശാസ്ത്രീയ പഠനമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച 1% കാര്യം, 1% നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ. അതിലും കുറവായിരിക്കാം. ഏതായാലും കുറച്ച് മാത്രം നമ്മൾ കണ്ടെത്തി. അപ്പോൾ നിരവധി വളരെയധികം കണ്ടെത്താനുണ്ട്. അപ്പോൾ നമ്മൾ, എനിക്ക് തോന്നുന്നു ഇതൊക്കെ അവിടെ ഉണ്ട്, ഇനി കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇതാര് സൃഷ്ടിച്ചതാണ് എന്ന് ശാസ്ത്രീയമായി പറയാൻ കഴിയും? അല്ല, ഈ നമ്മൾ കണ്ടെത്തി എന്ന് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. എല്ലാ അറിവും നമ്മളുടെ ഈ കണ്ടെത്താനുള്ള നമ്മുടെ മെഷീനറി ഉണ്ടല്ലോ, നമ്മുടെ ബ്രെയിൻ, അതിന് ആപേക്ഷികമായിട്ടുള്ള അറിവ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അത് അബ്സല്യൂട്ടായിട്ടൊരു അറിവില്ല എന്നുള്ളതാണ്. ഈ അബ്സല്യൂട്ടായിട്ടുള്ള അറിവിന് നമ്മൾ ഈ അദ്വൈതത്തിലൊക്കെ അതിനെയാണ് അബ്സല്യൂട്ടായിട്ടുള്ള അറിവില്ലേ, അത് തന്നെയാണ് ഈ ബ്രഹ്മം, അത് തന്നെ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത്. അബ്സല്യൂട്ടായിട്ടുള്ള അറിവ്, ആ അറിവ് നമ്മൾ കണ്ടെത്തുന്നേ ഇല്ല, നമ്മളത് അനുഭവിക്കുന്നേ ഇല്ല. നമുക്ക് ആപേക്ഷികമായിട്ടുള്ള അറിവ് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ അനുഭവിക്കാൻ പറ്റുള്ളൂ. അറിവ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ ബോധമണ്ഡലവും നമ്മുടെ പ്രപഞ്ചവും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനെയാണ്. അതിനെയാണ് അറിവെന്ന് പറയുന്നത്. അതെപ്പോഴും അബ്സല്യൂട്ടായിരിക്കും, ആപേക്ഷികമായിരിക്കും, അബ്സല്യൂട്ടായിട്ട് വരുന്നില്ല. അപ്പം നമ്മൾ കണ്ടെത്തുന്നത് ഈ അത് നമുക്ക് എന്താണ് നമ്മുടെ അറിവിന് വേണ്ടി നമുക്ക് ഇട്ടിരിക്കുന്ന ഈ ഉപകരണം, ഈ അപ്പാരറ്റസ്, അതിൻ്റെ ശേഷിക്ക് അനുസരിച്ചുള്ള അറിവ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. അപ്പോൾ അബ്സല്യൂട്ട് നോളജ് എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് ഈശ്വരൻ. അബ്സല്യൂട്ട് നോളജിന് മറ്റൊരു പേരാണ് ഈശ്വരൻ. അത് നമുക്ക് സ്വായത്തമാവുന്നില്ല. ആപേക്ഷികമായിട്ടുള്ള അറിവ്, നമ്മുടെ അറിയാനുള്ള ഈ ഉപകരണം, ഇത് ബാഹ്യപ്രപഞ്ചവുമായിട്ട് എങ്ങനെ ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ആ ഘടനാപരമായിട്ടുള്ള ആ പ്രക്രിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവ് മാത്രമേ മനുഷ്യന് കിട്ടുകയുള്ളൂ. ഈ ജീവിതത്തിലെ കത്തുന്ന വേനലായി മാറിയ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ജീവിതം എന്ന് പറയുന്നത് കത്തുന്ന വേനൽ ആണ് എപ്പോഴും, പലപ്പോഴും. കാരണം നമ്മൾ ജീവിതം ഈ ലോകത്തിലെ ഇങ്ങനെ മനുഷ്യൻ സംവിധാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ സമൂഹത്തിൻ്റേതായ ഒരു ഇതുണ്ട്, നമ്മളുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട് ജീവിതം ഉണ്ടാക്കുന്നതിൽ. അപ്പം നമ്മളുടെ ഒരു സംഭാവനയുണ്ട് ഈ മൊത്തം ലോകത്തിൽ ജീവിതം സൃഷ്ടിക്കുന്നതിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യം, ഇത് നമ്മൾ ഏറ്റവും മനോഹരമായ രീതിയിലാണോ ഇന്ന് ലോകത്തിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് സമൂഹം? ഇതിനേക്കാളും മനോഹരമായ രീതിയിൽ ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ജീവിതം കത്തുന്ന വേനൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആക്കുന്നത്, നമ്മൾ ഈ ലോകത്തിൽ മനുഷ്യ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അത് പല രീതിയിലൊരു വേനൽ തന്നെയാണ്. ഇപ്പം ഇതിനേക്കാളും വളരെ നല്ല രീതിയിലുള്ള ഒരു ലോകം സംവിധാനം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് മനുഷ്യന് വേനലായിട്ടേ അനുഭവപ്പെടുന്നത്. അത് വേനലിനെ നമുക്ക് മാറ്റാനായിട്ടൊക്കെ സാധിക്കും, കുറച്ചുകൂടെ എല്ലാവരും പരിശ്രമിച്ചാൽ. പക്ഷേ എനിക്കുള്ളൊരു പോയിൻ്റ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്,
ഒരു മനുഷ്യൻ്റെ ഒരു ഗ്രൂപ്പിൽ ഒരു വ്യക്തിയുടെ വിജ്ഞാനം അല്ലെങ്കിൽ വിസ്ഡം എന്നുള്ളതിന് ഒരു വ്യക്തിയുടെ വിസ്ഡം ഗ്രൂപ്പിൻ്റെ വിസ്ഡത്തിനേക്കാളും ആ ഗ്രൂപ്പിലുള്ള ഏറ്റവും നല്ല വ്യക്തിയുടെ വിസ്ഡം വളരെ ഉയർന്നതായിരിക്കും. മനുഷ്യന് ആ ഒരു സമൂഹമായിട്ട് മാറുമ്പോൾ വിസ്ഡം കുറയുന്നു. അതായത് ലോകത്തിൽ വയസ്സായിട്ടുള്ള വലിയ ധാരാളം മഹാന്മാരായിട്ടുള്ള വ്യക്തികളുണ്ടായിട്ടുണ്ട്. വയസ്സായിട്ടുള്ള സമൂഹങ്ങൾ ലോകത്തിലുണ്ടായിട്ടില്ല. നിമിഷജാലകത്തിൻ്റെ വേറൊരു 2 വരി. ഇവിടെയൻ ജീവൻ ബന്ധിച്ചണിയിച്ച വിലങ്ങുകൾ നിവസിക്കാൻ അരുളിയ സ്ഫടിക കൂപം. അതായത് വിലങ്ങുകളായി തീർന്നിട്ടുള്ളത് എന്തൊക്കെ? അത് സർവീസിനെ സംബന്ധിച്ചാണോ, അത് ജീവിതത്തെ സംബന്ധിച്ചാണോ, അത് എഴുത്തിനെ സംബന്ധിച്ചാണോ? നമുക്ക് വിലങ്ങുകൾ എന്ന് പറയുന്നത് മനുഷ്യന് പലതരത്തിലുള്ള ഈ സ്വാതന്ത്ര്യം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഫാസറ്റ്സ് ഓഫ് ഫ്രീഡം. അതെ, ഇംഗ്ലീഷ്, മലയാളത്തിൽ അത് തർജ്ജമ ചെയ്ത് ഇറക്കുന്നുണ്ട്, സ്വാതന്ത്ര്യ ദർശനം എന്ന് പറയും. അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യന് വളരെ വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം മനുഷ്യനെ അതിനെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്താണതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും അതിനെ എന്ത് രീതിയിൽ നമുക്കത് വർദ്ധിപ്പിക്കാനായിട്ട് ജീവിതത്തിൽ വ്യക്തിപരമായ തലത്തിലും ചിന്തയുടെ തലത്തിലും അതുപോലെ സമൂഹത്തിൻ്റെ തലത്തിലും അതെങ്ങനെ നമുക്ക് വലുതാക്കാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. പക്ഷേ അത് ഇപ്പോൾ എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സാമൂഹ്യ തലത്തിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കാനുള്ള ആ പരിശ്രമത്തിൻ്റെ പേരാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വ്യക്തിപരമായ തലത്തിൽ അല്ലെങ്കിൽ ചിന്തയുടെ തലത്തിൽ അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം വളർത്താനുള്ള പരിശ്രമത്തിൻ്റെ പേരാണ് സാഹിത്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ മനുഷ്യൻ്റെ എല്ലാ മനോവ്യവഹാരങ്ങളും ഈ സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമമാണ്. അപ്പം അങ്ങനെ അപ്പോൾ പ്രപഞ്ചത്തിൽ നമുക്ക് ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ പല തലങ്ങളിൽ നമുക്കതില്ല എന്നുള്ളത് അനുഭവപ്പെടും എന്നുള്ള ഒരു വാസ്തവമാണ്. നില നിർജ്ജരി, അതിൽ ഒരു പോക്കുവെയിലിനോടൊപ്പം എന്നൊരു കവിതയുണ്ട്. അതിൽ ആദ്യത്തെ 4 വരിയാണ് ഞാൻ പറയുന്നത്. പോക്കുവെയിൽ നാളമേ പോകാം ഒരുമിച്ചിനി, നമ്മളൊന്നിച്ചു പോകാം സുഹൃത്തെ, നമുക്കൊരേ ലക്ഷ്യവും മാർഗവുമല്ലോ പ്രയാണം തുടങ്ങുക. ഇതിൽ വല്ലാത്തൊരു വിരഹം കവി ഒളിപ്പിക്കുന്നില്ലേ എന്നാണ് എൻ്റെ സംശയം. അതെ, ഈ കവിതകളിലെല്ലാം ഒരു പ്രത്യേകത, നമുക്ക് ശാസ്ത്രം എന്ന് പറഞ്ഞ ചിന്ത മാത്രമേ ഉള്ളൂ. അതിൽ കവിതയിൽ വൈകാരിക ഭാവം, മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് മനുഷ്യൻ്റെ വികാരങ്ങൾ, വൈകാരിക ഭാവങ്ങൾ, തോന്നലുകൾ. അതും കൂടി അതിൽ സമ്മേളിപ്പിക്കാനായിട്ട് സാധിക്കും. ചിന്തയും വികാരവും എല്ലാം കൂടി ചേരുന്ന ഒരു മഹാത്ഭുതമാണ് കവിത. അപ്പം നമുക്ക് ജീവിതത്തിൽ മനുഷ്യനൊരു വൈകാരിക ജീവി എന്ന കണക്കിന് മനുഷ്യന് അനുഭവിക്കേണ്ടി വരുന്ന വൈകാരിക ഭാവങ്ങൾ, ചിന്തകൾ, അത് ചിന്തകളോടൊപ്പം നമ്മൾ ചേർക്കുമ്പോഴുണ്ടാകുന്ന ഒരു സൗന്ദര്യ സൃഷ്ടിയാണ് കവിതയായിട്ട് വരുന്നത്. അപ്പം നമുക്ക് പല സമയത്ത് നമുക്ക് വിയോഗം അല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ നമുക്ക് വേർപാട്, ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ വലിയ വൈകാരിക ഭാവമായിട്ട് നമുക്ക് മനസ്സിൽ വരും. ഇപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ വേർപെടുന്നു, അപ്പോൾ നമുക്ക് വലിയൊരു പ്രയാസം, വിഷമം അതൊക്കെ ഉണ്ടാവുമല്ലോ. അത് കുറേ കഴിഞ്ഞ് കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ വളരെ എത്രയും പണ്ട് കുമാരനാശാനെ ഏതോ ഒരു കവിത എഴുതിയിട്ടുണ്ട്, ഭാവത്തിൻ പരകോടിയിൽ സ്വയം അഭാവത്തിൻ സ്വഭാവം വരാം, ജീവച്ഛേദനമാകും ആധി പിടിപെട്ടാലും മനസ്സുവ്രജം. ഏതായാലും അതിൻ്റെ അവസാനം എഴുതുന്ന ഭാവത്തിൻ പരകോടിയിൽ സ്വയം അഭാവത്തിൻ സ്വഭാവം വരാമെന്ന്. ഒരു ഭാവം മൂർച്ഛിച്ച് അതിൻ്റെ ഏറ്റവും പരകോടിയിൽ ചെല്ലുമ്പോൾ അഭാവം പോലെയാവും, ഒന്നുമില്ലാത്ത പോലെയാവും, ഭാവമേ ഇല്ലാത്ത പോലുള്ള രീതി വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ വൈകാരികമായിട്ട് വളരെ വലിയ ഭാവം അത് സംഭവിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരാളുടെ ഒരു വേർപാട് തന്നെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്രത്യേകം തോന്നി. ഒരുപാട് കവിതകൾ അങ്ങനെയുണ്ട്. ഇപ്പോൾ സുഗതകുമാരിയുടെ മരണശേഷം, ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ മരണശേഷം, അങ്ങനെ ഒരുപാട് താങ്കളെ സ്വാധീനിച്ച വ്യക്തികളുടെ മരണശേഷം അവരെ അനുസ്മരിച്ചുകൊണ്ട് ഒരുപാട് കവിതകൾ പല പുസ്തകങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചു. ഇതിൻ്റെ ഭാഗമാണ് അങ്ങനെയുള്ള കവിതകൾ. പിന്നെ നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒക്കെ ഉളവാകുന്ന നമ്മുടെ ഭാവം, വൈകാരിക ഭാവങ്ങൾ ഒക്കെ കവിതകളിൽ വേറെ രീതിയിൽ കയറിക്കൊള്ളും. ആ കാര്യം തന്നെ ആയിരിക്കില്ല,
പക്ഷേ നമുക്കതൊക്കെ മറ്റു തലത്തിൽ ഇപ്പം പോക്കുമെയിലിൻ്റെ വെയിൽ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഭാവം നമുക്ക് വരുന്ന ചിലപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ നിന്നായിരിക്കും.